മൂപ്പര് എന്നോട് ഞാൻ കോഴി വാങ്ങാൻ പോയതേന് പള്ളിമുക്കില്. അപ്പം ബോട്ട് വെച്ച് വന്നപ്പോ എന്റെ അടുത്ത് വന്നപ്പോ സലാം പറഞ്ഞു. സലാമൊക്കെ മടക്കി ബോട്ട് വെച്ചപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വോട്ട് ചെയ്യൂല, ഞാൻ സംഭവം നമ്മളെ പാർട്ടിക്കാരനൊക്കെ തന്നെയാണ്, നിങ്ങൾക്ക് വോട്ട് തരൂല പറഞ്ഞു. എന്താ കാരണം ചോദിച്ച്. ഞാനൊരു സമസ്തക്കാരനാണ്, നിങ്ങൾ പണ്ട് പ്രസംഗിച്ച ആ ആശയം നമ്മൾക്ക് മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയൂല, അതൊക്കെ തന്നെയാണ് കാരണം പറഞ്ഞു. അപ്പൊ അതാണ് പ്രശ്നം ചോദിച്ചു. അതൊക്കെ തന്നെയാണ് പ്രശ്നം നമ്മൾക്ക് പറഞ്ഞു. എന്നാ അതുള്ളു പ്രശ്നം ചോദിച്ചു. അതൊക്കെ തന്നെ ഉള്ളു പ്രശ്നം, അല്ലാത്ത പ്രശ്നമൊന്നും ഇല്ലല്ലോ എനിക്ക് ചോദിച്ചു. ഇല്ല പറഞ്ഞു. എന്നാ ശരി കേട്ടോ, നമുക്ക് പിന്നെ കാണാന്നും പറഞ്ഞു. അയാള് പോയി. അത് കഴിഞ്ഞ് മൂപ്പരായിട്ട് ഇറങ്ങി പുറത്തേക്കായിട്ട് ഇറങ്ങിയപ്പോ അവിടുന്ന് ഓമാനൂർ ഡിവിഷനിൽ മത്സരിക്കുന്ന ചങ്ങായി ഹസ്ബൻഡ് അങ്ങനെന്താണ് അവന്റെ പേര്. എങ്ങനെ ഫസലോ? ഫസല് ഓമാന ഡിവിഷനിൽ മത്സരിക്കണല്ലേ? ഓന്റെ പെണ്ണുങ്ങൾ മത്സരിക്കണ ഓമാന ഡിവിഷനില്. അപ്പൊ ഓന് വന്ന് നമുക്കൊന്ന് മര്യാദക്ക് സംസാരിച്ചിട്ട് ഒരാള് വന്ന് വോട്ട് ചോദിച്ചെന്നും പറഞ്ഞാട്ട് എന്റെ കുപ്പായം പിടിച്ച് വലിച്ച് എന്റെ മേലടി കിട്ടി. അടിച്ചു ചെയ്തോ? അടിച്ചും ചെയ്തത്. ഹലോ ഉപ്പലല്ലേ? ഉപ്പലാണ്. ഞാൻ അറിയണ ആളാ. പിന്നെ എന്താ അവിടെ ഒരു വിഷയം ഉണ്ടായി പറഞ്ഞേ? എന്തോ ഒരു ജബ്ബാറാജി വോട്ട് വെച്ച് എന്തൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് വിഷയങ്ങൾ ഉണ്ടായി പറഞ്ഞു. എന്തേ വിഷയം? മൂപ്പര് എന്നോട് ഞാൻ കോഴി വാങ്ങാൻ പോയതേന് പള്ളിമുക്കില്. അപ്പം ബോട്ട് വെച്ച് വന്നപ്പോ എന്റെ അടുത്ത് വന്നപ്പോ സലാം പറഞ്ഞു. സലാമൊക്കെ മടക്കി ബോട്ട് വെച്ചപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വോട്ട് ചെയ്യൂല, ഞാൻ സംഭവം നമ്മളെ പാർട്ടിക്കാരനൊക്കെ തന്നെയാണ്, നിങ്ങൾക്ക് വോട്ട് തരൂല പറഞ്ഞു. എന്താ കാരണം ചോദിച്ച്. ഞാനൊരു സമസ്തക്കാരനാണ്, നിങ്ങൾ പണ്ട് പ്രസംഗിച്ച ആ ആശയം നമ്മൾക്ക് മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയൂല, അതൊക്കെ തന്നെയാണ് കാരണം പറഞ്ഞു. അപ്പൊ അതാണ് പ്രശ്നം ചോദിച്ചു. അതൊക്കെ തന്നെയാണ് പ്രശ്നം നമ്മൾക്ക് പറഞ്ഞു. എന്നാ അതുള്ളു പ്രശ്നം ചോദിച്ചു. അതൊക്കെ തന്നെ ഉള്ളു പ്രശ്നം, അല്ലാത്ത പ്രശ്നമൊന്നും ഇല്ലല്ലോ എനിക്ക് ചോദിച്ചു. ഇല്ല പറഞ്ഞു. എന്നാ ശരി കേട്ടോ, നമുക്ക് പിന്നെ കാണാന്നും പറഞ്ഞു. അയാള് പോയി. അത് കഴിഞ്ഞ് മൂപ്പരായിട്ട് പുറത്തേക്കായിട്ട് ഇറങ്ങിയപ്പോ അവിടുന്ന് ഓമാനൂർ ഡിവിഷനിൽ മത്സരിക്കുന്ന ചങ്ങായി ഹസ്ബൻഡ് അങ്ങനെന്താണ് അവന്റെ പേര്. എങ്ങനെ ഫസലോ? ഫസല് ഓമാന ഡിവിഷനിൽ മത്സരിക്കണല്ലേ? ഓന്റെ പെണ്ണുങ്ങൾ മത്സരിക്കണ ഓമാന ഡിവിഷനില്. അപ്പൊ ഓന് വന്ന് നമുക്കൊന്ന് മര്യാദക്ക് സംസാരിച്ചിട്ട് ഒരാള് വന്ന് വോട്ട് ചോദിച്ചെന്നും പറഞ്ഞാട്ട് എന്റെ കുപ്പായം പിടിച്ച് വലിച്ച് എന്റെ മേലടി കിട്ടി. അടിച്ചു ചെയ്തോ? അടിച്ചും ചെയ്തത്. ഓനാണ് മേലെ അധികം കൈവച്ചത്. പിന്നെ അങ്ങോട്ട് തന്നെ തിരിച്ചു പോയിട്ട് രണ്ടാമത് വന്നിട്ട് വീണ്ടും ആണ് മേല് വേനാക്കണം. അതിന് ഞാൻ മറ്റേ ആളോണ്ട് വിളിച്ചിട്ട് നിങ്ങളെ ഉബനെ പിടിച്ച് കൊണ്ടുപോയിക്കോളി, ഇത് നല്ലതിനല്ല, ഇത് ഞാൻ നിങ്ങളായിട്ടാണ് സംസാരിച്ച, ഇബല ഇടപെടേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ വീണ്ടും അല്ലാണ്ട് പറഞ്ഞ് മൂപ്പരെ വിളിച്ചാണ്ട് തന്നെ ആചാര്യ കൊണ്ടുപോയിക്കോളി പറഞ്ഞു. മൂപ്പര് വിളിച്ച് ഇബല അങ്ങോട്ട് നിൽക്കും, വീണ്ടും ഇങ്ങോട്ട് വരും. അത് കഴിഞ്ഞ പോലെ ഒന്നുകൂടി അങ്ങോട്ട് രണ്ടടി അങ്ങോട്ട് വെച്ചാട് ഈ ഫതിലും അവന്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല, ഓനും ഷെഫീഖുംപാടെ വന്ന് ഷെഫീഖിന്റെ മുഖത്തില് കണ്ണടക്കം അടിച്ച് തെറിപ്പിക്കാണ്ട് കുറെ അടക്കി അടിച്ചു പോയിട്ട് ആൾക്കാരെന്നും പറഞ്ഞിട്ട് പോക്കാട് പോയി, കണ്ണടക്കം തട്ടി തെറിപ്പിച്ചിട്ട്. ഓന അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, കാരണം അവന്റെ പെണ്ണുങ്ങളോടെ മത്സരിക്കണ്ടല്ലോ. അതിപ്പോ ഞമ്മക്കറിയില്ലല്ലോ. ഓമാനൂർ ഡിവിഷനിൽ ഓന്റെ പെണ്ണുകൾ മത്സരിക്കണ്ട്, അങ്ങനെ ശരി തന്നെയാണ്. സജീവായിട്ട് KMCCന്റെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അവിടെ ഖത്തറിലൊക്കെ ഇതായി നടക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. പണ്ട് ഇരിക്കാൻ ആക്റ്റീവായിട്ട് ഉണ്ടാകുന്ന ആളാണ്. അപ്പൊ ഞാനും തന്നെ ഒരു KMCC മെമ്പറാണ്, സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനാണ്, ചിന്ന തല്ലാൻ കുറിച്ചാനും തരാൻ നിൽക്കണ്ട, ഞാൻ ആശയം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നും പറഞ്ഞിട്ട്
ഞാൻ വിട്ട്. സമസ്ത ആശയം വെച്ച് പറഞ്ഞാണേ. ഞാൻ എന്റെ സമസ്ത ആശയം വെച്ചിട്ടാണ് പറഞ്ഞത്. അല്ല രാഷ്ട്രീയം വെച്ചിട്ടല്ല. അതെ അതെ. എന്റെ ഒരു സമസ്ത ആശയം വെച്ചിട്ട് ഞാൻ പോന്നത് തന്നെ. ഞാനിപ്പോ 28-ാം തീയതിക്ക് ടിക്കറ്റ് എടുത്തോണ്ട് പോന്നത് തന്നെ തഹിയൻ ഫണ്ട് ഒന്ന് ഉഷാറാക്കി എത്തിക്കാനുള്ള ലെവലിലൊക്കെ ഫണ്ടുകളും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. ഞാൻ ഇന്ന കാര്യമായിട്ട് ലക്ഷ്യമല്ല എന്റെ മുന്നിൽ നമ്മുടെ സമ്മേളനമാണ്, സമസ്തന്റെ പരിപാടികളാണ് നമ്മളെ മുന്നിൽ. അപ്പൊ സ്വാഭാവികമായിട്ട് ചോദിച്ചു വന്നപ്പം മൂപ്പര് ചോദിച്ചു വന്നപ്പോ നമ്മള് ആദർശത്തിൽ സംസാരിച്ച് ഏതായാലും ഉന്താൻ തള്ളാനൊന്നും പാടില്ല. അതൊക്കെ ചെറ്റത്തര പരിപാടിയാണ് ചെയ്തത്. ആ ജാതി പണിയൊന്നും ഒരു നിലക്ക് ഏത് സ്ഥാനാർത്ഥി വന്നാലും എന്റെ കാര്യങ്ങൾ എനിക്ക് പറയാം, എന്റെ കാര്യങ്ങൾ എനിക്ക് പറയാം. ഇന്നിവിടെ മേത്തേച്ചൊക്കെ വന്നാ ഒരെണ്ണം മതിലെന്നാല്. അതിവിടെ CPM മറ്റൊന്നും ഇല്ല. ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും അവനാന്റെ കാര്യങ്ങൾ എന്റെ കാര്യം എനിക്ക് പറയാം, ഓലെ കാര്യം ഇങ്ങോട്ട് പറയാം. ജഡ്ജൂലെങ്കിൽ ജഡ്ജൂലാറിന് ഓർക്ക് ഓലെ പണി നോക്കി പോകാലോ. അതെ, അത് പറഞ്ഞാൽ മതി. ആരാണ് അങ്ങനെയൊക്കെ സംസാരിക്കാനെന്നാണ് കേൾക്കുന്നത്. ഞമ്മക്ക് സ്വാതന്ത്ര്യമല്ലേ സംസാരത്തിന്. പിന്നെ ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്നുള്ള പണിയൊക്കെ എനിക്കറിയാം. പക്ഷെ ഞാനും ആ പാർട്ടിക്കാരനായി പോയി. അതിന്റെ ബാക്കിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മറ്റേ ഏയും വേറെല്ലാം ഉണ്ടേ. ആ ആപ്പിൽ ചോദിച്ചാൽ മതി ഇത് എങ്ങനെയൊക്കെയാണ് കേസും കാര്യങ്ങളും. അതെന്താ ജി സംഗതി അതൊക്കെ ശരി തന്നെയാണ്. ഓല് നമ്മള് പാർട്ടിക്കാരനാണ്, ഓലെ പാർട്ടിക്കാരനാണ്. ആ ബോധം ഓൽക്ക് മാണം ആദ്യം. അതെ അതെ, നമ്മൾ പറയുന്ന ആശയം കൊണ്ടുള്ള കാര്യമാണെന്നുള്ള മനസ്സിലാണം. ആയിക്കോട്ടെ. അല്ല ഞാൻ എന്റെ ഈ വിഷയം അറിയാൻ വേണ്ടിയാട്ടെ വിളിച്ചാ. ആയിക്കോട്ടെ, ഇതൊക്കെയാണ് സംഭവം. ആയിക്കോട്ടെ എന്നാല് ഞാൻ വിളിച്ചാ ഇൻഷാ അല്ലാഹ്.